പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതുപുത്തൻ പ്രഭാതം കൂടി ആരോഗ്യത്തോടെ, ബലത്തോടെ, ആയുസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തി, നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ശേഷിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വായിൽ പാട്ടും തന്ന ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സർവകൃപാലുവായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ശിരസ്സുകൾ നമിച്ച് കൈകൾ കൂപ്പി നമുക്കൊരുമിച്ച് വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുന്നു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവനോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 13 and 14 ആണ് വായിച്ചു കേട്ടത്. ഈ വചനത്തെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇതിനകത്ത് ഒറ്റ പദം ഞാൻ എടുത്തു പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ പദം എങ്ങനെയാ? ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയും ദൈവവുമായിട്ടുള്ള കൺഫണ്ടേഷൻ, മുൾപ്പടപ്പിൽ വെച്ച് മോശയും ദൈവവുമായിട്ടുള്ള കൺഫണ്ടേഷൻ, ആ ഒരു സംസാരത്തിനകത്ത് മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോശയെ നിയോഗം കൊടുത്ത്, അടയാളം കൊടുത്ത് മോശയെ അയക്കുമ്പോൾ മോശ നിയോഗം ഏറ്റെടുത്ത്, മടിയൊക്കെ പറഞ്ഞിട്ട് നിയോഗം ഏറ്റെടുത്ത് മോശ പോകുന്നതിന് മുമ്പ് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുക. ദൈവമേ, ഞാൻ പോകാൻ തയ്യാറാ, പക്ഷേ ആരാണ് മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്ത് എന്ന് ചോദിച്ചാൽ ഏത് ദൈവമാണ് എന്ന് ഒന്ന് തിരികെ പറയാം. ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, അപ്പം മോശയുടെ ഒരു ചോദ്യത്തിന് ദൈവം പറഞ്ഞ മറുപടിയാണ് അടുത്തത് വായിക്കുന്നത്. അതിന് ദൈവം മോശയോട് പറയുന്ന വാക്കിതാ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ആ പദം ഒന്നെടുത്തേ. ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് ദൈവത്തിൻ്റെ പേരാ. ദൈവത്തിൻ്റെ നാമം എന്തെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളൊരു വാക്കാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ചേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിനകത്തേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുമ്പോൾ, അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തെ അടുത്തറിയാൻ മോശ ഓടിപ്പോയി. മോശയുടെ കഴിവ്, മോശയുടെ ബലം, മോശയുടെ ആൾബലം, മോശയുടെ മസിൽ പവർ, മോശയുടെ മണി പവർ അതെല്ലാം തീരുന്ന ഇടത്ത് ഇനിയൊക്കെ ഇല്ല എന്ന് വിചാരിച്ച് സർവവും മോശയുടെ മോശയുടെ സർവവുമായിട്ടുള്ള എല്ലാ പ്ലാനുകളും അത് തച്ചുടച്ച് ഇനി ഒരിക്കലും പറ്റുകയില്ലെന്ന് വിചാരിച്ച് ഒരു സാധാരണ മനുഷ്യനായി, ഒരു ആട്ടിടയനായി അമ്മായിയപ്പന്റെ ആടിനെ തീറ്റിക്കൊണ്ടെന്ന് പറയുമ്പോൾ സ്വന്തമായി ഒരു സ്ഥലമോ ആടോ ഇല്ലാതെ, ഒരൊറ്റ ആട് പോലും, ഒരു വസ്തുവകയില്ലാതെ അമ്മായിയപ്പന്റെ വകയായുള്ള ആടിനെയും തീറ്റിക്കൊണ്ട് കാലം പോക്കി ജീവിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുന്ന മോശയുടെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന അതേ ദൈവത്തിന്റെ തെയോഫനി, ദൈവത്തിന്റെ കൺഫർമേഷൻ, ദൈവത്തിന്റെ പ്രത്യക്ഷത കാണിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ശബ്ദം കേട്ടിട്ട് മോശ ചോദിക്കുന്നു, അടയാളം കൊടുത്തു.
മോശയുടെ അടയാളം കൊടുത്തു, നിയോഗവും കൊടുത്തു. ഏറ്റെടുക്കാൻ മനസ്സോടെ മോശ തയ്യാറായി നിൽക്കുമ്പോൾ മോശ തിരിച്ചൊരു ചോദ്യം, ഞാൻ ആരയച്ചിട്ടാ വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തു പറയണം, ഏത് നാമം പറയണം? ആ നാമത്തിന് മറുപടിയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. നാം ഈ ദൈവവചനത്തിലല്ലാതെ പുറമെയുള്ള ലോകത്തിൽ കേൾക്കുമ്പോൾ, മോട്ടിവേഷനിലോ സൈക്കോളജിയിലോ സൈക്കാട്രി ക്ലാസ്സിലൊക്കെ കേൾക്കുന്ന ഈ ഒരു പദമുണ്ട് ഞാൻ. ഈ പദത്തിനൊരു ബലമുണ്ട്, ആ പദത്തിനൊരു അംശമുണ്ട്, ആ പദത്തിനൊരു ബലമുണ്ട്, ആ പദത്തിനൊരു ശക്തിയുണ്ട്, ആ പദത്തിനൊരു ഉറപ്പുണ്ട്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആ പദം പറയുന്നത് ബൈബിൾ മറ്റൊരു തരത്തിൽ ആ പദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് same as like yesterday, today and forever. The God is same as yesterday, today and forever. ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെ. എന്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അനന്യൻ, ആ വാക്ക് അനന്യൻ, മാറ്റമില്ലാത്തവൻ. സെയിം ആസ് യെസ്റ്റർഡേ, ഇന്നലെയായിരുന്നവൻ, ഇന്നായിരിക്കുന്നവൻ, നാളെയാകുന്നവൻ. ഫോർ എവർ, എന്നേക്കും ഒരു മാറ്റമില്ലാത്തവൻ, ഒരു മാറ്റമില്ലാത്തവൻ. മാനുഷിക കരങ്ങൾ മാറുമ്പോൾ, മാനുഷിക ബലങ്ങൾ മാറുമ്പോൾ, മാനുഷിക ചലനങ്ങൾ മാറുമ്പോൾ ഒരു മാറ്റമില്ലാതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എല്ലാ ഹൃദയങ്ങളും മാറും, എല്ലാ ചിന്തകളും മാറും, ലോകം മുഴുവൻ മാറും. പക്ഷെ മാറ്റമില്ലാതിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. നിന്റെ മാറ്റമില്ലാതെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം മാറും, വസ്തുതകൾ മാറും, മനുഷ്യർ മാറും, അവരുടെ മുഖങ്ങൾ മാറും. അതേ, ഭർത്താവിന്റെ ഭാര്യയുടെ മുഖം മാറും, മക്കൾ മാറും, അപ്പനും അമ്മയും മാറും. പക്ഷെ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും, പർവ്വതങ്ങൾ മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവവചനവും മാറുകയില്ല. വാക്കു പറഞ്ഞവൻ മാറാത്തവനായി നിന്റെ മുമ്പിലുണ്ട്. ആ ദൈവം നിന്റെ മുമ്പിലുണ്ട്. വാക്ക് മാറി പറയാത്തൊരുവൻ, അൺചേഞ്ചബിൾ ആയിട്ടുള്ളൊരു ഗാഡ്, മാറ്റമില്ലാത്ത ദൈവം കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. ആ ദൈവം പറയാ, ഇന്നലെയും ഇന്നും അനന്യനായ ദൈവം പറഞ്ഞു, നിന്റെ പേരെന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ദൈവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തെ കുഞ്ഞെ നീ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ കൂടെയുണ്ട്, കരം പിടിച്ച് നിന്റെ കൂടെയുണ്ട്, കൈവിടാത്തവരായി കൂടെയുണ്ട്. നിന്നെ കൈവിട്ട് കളയുകയില്ല കുഞ്ഞെ. ദൈവം കൈവിടത്തില്ല. ലോകത്തിൽ ആരൊക്കെ മാറിയാലും മുഖം മാറുമ്പോൾ നിന്നെ മാറാത്തവനായി, മറയ്ക്കാത്തവനായി, അതേ, ആ മുഖം മറയ്ക്കാതെ മാറോട് ചേർത്തടയ്ക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം നിന്റെ കൂടെയുണ്ട്, ഈ ദൈവം നിന്റെ കൂടെയുണ്ട്, ഈ ദൈവം നിന്റെ കൂടെയുണ്ട്. മാറാത്ത ദൈവം കൂടെയുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം കൂടെയുണ്ട്. ലോകത്തിൽ ഞാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ, അതേ, നാളെ ചേർന്നിരുന്നവർ, ഇന്നലെ ചേർന്നിരുന്നവർ നാളെ ഒരിക്കലും കൈവിടകത്തില്ല, നാളെയും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ കൈവിട്ടപ്പോൾ നിന്നെ മറക്കാതെ മായാതെ കൂടിയിരിക്കുന്നവൻ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ കൂടെയുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, നിന്നോടൊപ്പമുണ്ട്, കൂടെയുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സ്വർഗം ആ കർത്താവെ കനിഞ്ഞ് ഇറങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്തപ്പാ. ദൈവകരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഞാനാകുന്ന ദൈവം മോശയോട് കൂടിയിരുന്നത് പോലെ, മോശ യോശുവോട് കൽപ്പിക്കുമ്പോൾ യോശുവോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞതുപോലെ, ഈ സന്ദേശം കേൾക്കുന്ന സർവ്വപേരോടും കൂടെ ഉള്ളതിനായി സ്തോത്രമപ്പാ. അങ്ങനെ തന്നെ ജനത്തിലെ ആ വചനം കൈമാറുന്നു. ലോകത്തിൽ ആരൊക്കെ മാറിയാലും മാറ്റമില്ലാത്തവനായി ഞാനാകുന്നവൻ ഞാനാകുന്നു കൂടിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രമപ്പാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു കർത്താവ്. മറ്റെല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. യഹോവ കൂടിയിരിക്കും. അദൃശ്യമായ ദൈവസാക്ഷി കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും എടുക്കും. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. നാളെ വീണ്ടും കാണാം. തമ്മിൽ കാണും വരെ കൃപയിൽ സൂക്ഷിക്കട്ടെ. വൺസ് അഗൈൻ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.